ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്യൂമെൻറ്റ്സ് പ്ലാന്റിൻ്റെ കോംബോ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നാളെയും കൂടി ഈ ഒരു കോംബോ ഉണ്ടാവുള്ളൂ. അതായത് ഇതുപോലെ ഫ്ലവേഴ്സ് വരുന്ന അടിപൊളി പ്ലാന്റാണ് അക്യൂമെൻറ്റ്സ്. ഇതിൻ്റെ ഒന്നോ രണ്ടോ വെറൈറ്റീസ് അല്ല നമ്മൾ നൽകുന്നത്. നമ്മൾ 12 വെറൈറ്റി അക്യൂമെൻറ്റ്സ് ആണ് കോംബോ ആയിട്ട് നൽകുന്നത് കേട്ടോ. 12 വെറൈറ്റി അക്യൂമെൻറ്റ്സ് വാങ്ങുന്നവർക്ക് നമ്മൾ 4 പ്ലാന്റ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി. അക്യൂമെൻറ്റ്സ് നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഡബിൾ കളറും ഡബിൾ പെറ്റലൊക്കെ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് ഈ ഒരു കോംബോയിലുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ക്രീപ്പർ പ്ലാന്റിന് വെറും 300 രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പുതിയ പ്ലാന്റ്സും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് കേട്ടോ. ലെമൺ വൈൻ്റെ നോർമൽ പ്ലാന്റ് അല്ല ഇത്. ഇതിന് നല്ല യെല്ലോയിഷ് കളർ കൂടുതലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സിനൊക്കെ വരുന്നത്. ഈ ഫ്ലവറിനേക്കാളും ഭംഗി വരുന്നത് ഇതിൻ്റെ ലീഫിനാണ് കേട്ടോ. അപ്പോൾ ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വെരിഗേറ്റഡ് വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ലീഫും അതിൻ്റെ ആ പ്ലാന്റ് സൈസും ഒക്കെ കാണാം. ഇതാണ് പ്ലാന്റ് സൈസായിട്ട് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള നല്ല തൈയാണ്. ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ ഭംഗി തന്നെ കണ്ടില്ലേ, നല്ലൊരു ഗ്രീനും യെല്ലോയും അതുപോലെ തന്നെ ഒരു പിങ്കൊക്കെ മിക്സഡ് ആയിരിക്കും. അപ്പോൾ ഈ ലെമൺ വൈൻ്റെ പുതിയ വെറൈറ്റി ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. 130 രൂപയ്ക്ക് നേരത്തെ കാണിച്ച അതേ സൈസിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ലെമൺ വൈൻ മറക്കണ്ട, ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലീഫും അതിൻ്റെ ഫ്ലവേഴ്സും ഒക്കെ ഒത്തിരി ഭംഗിയുള്ള നല്ല അടിപൊളി ക്രീപ്പർ പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി കേട്ടോ. പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ട പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ ഗോൾഡൻ കാസ്കേഡിൻ്റെ വെറൈറ്റി കേട്ടോ. ഗോൾഡൻ കാസ്കേഡ് ഇതുപോലെ കൊലയായിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. ഇതെല്ലാം നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. 5 വെറൈറ്റി വാങ്ങിയാൽ 300 രൂപ റേറ്റിന് തരുന്ന പ്ലാന്റ്സ് ആണ് ഈ ഗോൾഡൻ കാസ്കേഡ് മുതൽ അങ്ങോട്ട് തുടർച്ചയായി കാണിക്കുന്ന പ്ലാന്റ്സ് അല്ല കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ക്രീപ്പറാണ് ഈ ഗോൾഡൻ കാസ്കേഡ്. ഈ ഒരു സൈസ് വരുന്ന തൈ ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. നല്ല കവറിൽ നട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഏകദേശം വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലൈമറ്റിലും എല്ലാ സ്ഥലത്തും ഇത് സർവൈവ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം. അടുത്തത് കണ്ടില്ലേ, നല്ല കുഞ്ഞു പിങ്ക് ബട്ടർഫ്ലൈ നിൽക്കുന്ന മാതിരിയുള്ള പ്ലാന്റ്. എന്ത് ഭംഗിയല്ലേ എൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. അത്രയ്ക്ക് രസമുള്ള ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ നല്ല റൂട്ട് വന്ന തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അതുപോലെ തന്നെ ഇതുപോലെ പോട്ടിൽ ബുഷ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ക്രീപ്പറായിട്ടാണെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. കട്ട് ചെയ്ത് നിർത്തി ഇതുപോലെ പോട്ടിൽ ബുഷായിട്ട് നിർത്തിയിട്ട് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും കോഞ്ചിയേൻ്റെ നമ്മൾ തരുന്നത്. പിന്നെ വരുന്ന പ്ലാന്റാണ് ടെക്കോമേൻ്റെ വൈറ്റ് കളർ കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ വൈറ്റ് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റാണ്. ടെക്കോമ എന്ന് മാത്രമല്ല ബോവർ വൈൻ എന്നും കൂടി ഈ ഒരു ക്രീപ്പർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വൈറ്റ് ഫ്ലവേഴ്സ് കാണാൻ. ശരിക്കും നമ്മുടെ അലമാണ്ട പ്ലാന്റില്ലേ അതിൻ്റെ ഒരു ഫ്ലവേഴ്സുമായിട്ട് നല്ലൊരു സാമ്യമുണ്ട്. ഇത് നല്ല ക്രീപ്പറാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈസിൽ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും തരുന്നത്. എല്ലാം നല്ല കവറിൽ നട്ടിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ചെറിയ തൈകളൊന്നുമല്ല, എല്ലാത്തിനും നല്ല സൈസുള്ള തൈകളായിരിക്കും ഈ ഒരു കോംബോയിൽ വരുന്നത്. പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ. ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് മാത്രമല്ല നമുക്ക് യെല്ലോ കളറും അവൈലബിൾ ആണ്. അപ്പോൾ ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോയും വൈറ്റും നല്ല ഫ്ലവേഴ്സ് വരുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഇതിൽ ഫ്ലവേഴ്സ് ആയ പ്ലാന്റും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലവർ ആയ പ്ലാന്റിൽ കുറച്ചൊരു ഹൈറ്റ് കുറവുണ്ടാവും കേട്ടോ. ഈ ഒരു സൈസുള്ള തൈ ആയിരിക്കും ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് നമ്മൾ തരുന്നത്. യെല്ലോയും അവൈലബിൾ ആണ്. അടുത്തത് കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു അടിപൊളി ക്രീപ്പറാണ് കേട്ടോ. നമുക്ക് നല്ല മതിലും അതുപോലെ തന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ അവിടെയും ഒക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഒരു ഏരിയ, ഒരു മതിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വേഗം തന്നെ ഇത് പിടിച്ച് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് ഈ കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത് പവിഴമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇത് പല പേരിലും അറിയപ്പെടാറുണ്ട്. ഇത് വൈറ്റ് കളർ മുല്ലപ്പൂ പോലെ തന്നെ ഉണ്ടാവും. ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് ഈ ഒരു ഫ്ലവേഴ്സിൽ കാണാൻ പറ്റും. ഇത് രാത്രിയിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാൻ. നല്ലൊരു ക്രീപ്പറാണ് കേട്ടോ. നമുക്ക് വള്ളി പോലെ കയറ്റിവിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. നല്ല പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്.
പിന്നെ വരുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അമേരിക്കൻ ജാസ്മിൻ നല്ല ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ. സാധാരണ മുല്ല മാതിരിയല്ല, ഇതൊരു ചെറിയൊരു പിങ്ക് കളർ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കൊല കുത്തി ഒത്തിരി ഫ്ലവേഴ്സ് തരും. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും വരുന്നത്. നമ്മുടെ മുല്ലയായിട്ട് യാതൊരു സാദൃശ്യം ഉണ്ടാവില്ല. ചെറിയ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം സാമ്യം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ലപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റാണ് ഇത്. അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല കളേഴ്സിൽ ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. പക്ഷേ ചെറിയ ഫ്ലവർ ആയിരിക്കും, കൊല കുത്തി പൂക്കളുണ്ടാവുകയും ചെയ്യും. ഈ ഒരു സൈസിൽ വരുന്ന തൈ ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറൊക്കെ പോയി ഇത്ര സൈസ് ആകുമ്പോഴത്തേക്കും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങും. നന്നായി റൂട്ട് സ്പ്രെഡ് ചെയ്താൽ നിങ്ങൾക്ക് തൈ കാണുമ്പോൾ അറിയാം എത്രത്തോളം റൂട്ട് വന്നതാണ്. അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ തുമ്പർജിയൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് കേട്ടോ. തുമ്പർജിയൻ നിങ്ങൾ നോർമൽ പ്ലാന്റ് കണ്ടിട്ടുണ്ടാവും. ഇത് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ ലീഫ് നല്ല വെരിഗേഷൻ കയറിയ പ്ലാന്റ് ആണ്. അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗി എൻ്റെ ലീഫ് കാണാൻ വേണ്ടി തന്നെ. ഇത് കണ്ടില്ലേ, ഒത്തിരി ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. അപ്പോൾ ഈ ഒരു സൈസുള്ള തുമ്പർജിയ വെരിഗേറ്റഡിൻ്റെ തൈയാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പറാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല ഭംഗി, ഇതിൻ്റെ ഒരു ഓറഞ്ച് ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. ഇതിൻ്റെ മുട്ടൊക്കെ കണ്ടില്ലേ, അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് കേട്ടോ. ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റുമാണ് ഈ ഒരു വെറൈറ്റി. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് നമ്മൾ കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം. അടുത്തതാണ് പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ശരിക്കും നമ്മുടെ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണോ അതിൻ്റെ ഫ്ലവേഴ്സുമായിട്ട് നല്ല സാമ്യമാണ്. ലീഫും അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും, കായകൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വെറൈറ്റിയാണ് നല്ലൊരു ബ്രൗണ്. പിന്നെ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു നല്ല ലൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വെറൈറ്റി നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്കും ഇതിൽ കണ്ടില്ലേ മുട്ടും ഫ്ലവേഴ്സും ഒക്കെ ആയി തുടങ്ങും. നന്നായിട്ട് വള്ളി വീശി തുടങ്ങിയ തൈയായിരിക്കും തരുന്നത്. ചില പ്ലാന്റിൽ നിങ്ങൾക്ക് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. ഇതാണ് രണ്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് ടെക്കോമ എന്നറിയപ്പെടുന്നത് നേരത്തെ നമ്മൾ കാണിച്ച ടെക്കോമയിലെ അതിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ ടെക്കോമ പ്ലാന്റിൻ്റെ ലീഫും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. ഈ വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ ഫ്ലവറിൽ ഒരു പിങ്ക് കളർ വരുന്നുണ്ട്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല ഗ്രീൻ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ വരുന്ന ലീഫാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ. ഒന്നും ചെറിയ പ്ലാന്റില്ല, എല്ലാം ഈ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് ലേഡി ഷൂ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറും ബ്രൗൺ കളറും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിങ്ക് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. നമുക്കിങ്ങനെ കാർ പോർച്ചിൻ്റെ അതിലെയും അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന സൈഡിൽ ആർച്ച് രൂപത്തിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ഈ ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും നമ്മുടെ ഈ കോംബോയിലുണ്ട്. പിന്നെ വരുന്ന പ്ലാന്റാണ് ഹോയേൻ്റെ ഒരു വെറൈറ്റി കേട്ടോ. ഹോയേൻ്റെ ഡെൻസിഫോളിയ എന്നറിയപ്പെടുന്ന യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വിരിയും. ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നട്ടു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്രീപ്പറായിട്ടും കയറ്റി വിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ നമ്മൾ ജിഫി നട്ട തൈയാണ് തരുന്നത് കേട്ടോ. ഇതിൻ്റെ മുട്ടൊക്കെ വരുന്നുണ്ടല്ലേ, ഈ മുട്ടിൽ പിന്നെയും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ നട്ട് വളർത്താൻ പറ്റും. ക്രീപ്പറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൂണിലൊക്കെ കയറ്റി വിടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ജിഫി നട്ടിട്ടുള്ള തൈയാണ് ഈ ഒരു സൈസ് വരുന്ന സൈസ് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അപ്പോൾ ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ് നമ്മൾ തരുന്നത്. ഇത് കണ്ടില്ല, നിറച്ച് റൂട്ട് സ്പ്രെഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ് നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഹോയേൻ്റെ ഒരു കോംബോ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വേണ്ടവർ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ലെമൺ വൈൻ, നോർമൽ ലെമൺ വൈൻ്റെ പ്ലാന്റ് ആണ്. നമ്മൾ ആദ്യമേ കാണിച്ച ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ യെല്ലോയിഷ് കളർ കുറവായിരിക്കും, വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും കൂടുതൽ വരിക. ഇതിൻ്റെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ, നല്ല ഇതിൻ്റെ സീഡ് ഈ ഒരു കായകളും കാണാൻ നല്ല ഭംഗിയാണ്. വിത്തുകളും ഇതിൻ്റെ കായകളും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ കായ കൊണ്ട് നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അച്ചാറൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ലെമൺ വൈൻ എന്നറിയപ്പെടുന്നത് നല്ലൊരു അടിപൊളി ക്രീപ്പറാണ്. അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അടുത്തത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്
ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു പ്ലാന്റാണ് പെട്രിയ എന്നറിയപ്പെടുന്നത്. നല്ല വയലറ്റ് കളറിലും വൈറ്റ് കളറിലൊക്കെ നമ്മൾ ഈ പെട്രിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പെട്രിയേൻ്റെ തന്നെ ഒരു സഹോദര ബന്ധമുള്ള മാതിരിയാണ് കോഞ്ചിയ, നേരത്തെ കാണിച്ച കോഞ്ചിയ പ്ലാന്റ് കേട്ടോ. അപ്പോൾ പെട്രിയേൻ്റെ വയലറ്റും നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സും വരുന്നത് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. പെട്രിയേൻ്റെ വയലറ്റും വൈറ്റും ലീഫിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വയലറ്റ് ആണെങ്കിൽ ഒരു റൗണ്ട് ലീഫായിരിക്കും, വൈറ്റ് ആണെങ്കിൽ ഒരു നീളം ലീഫായിരിക്കും വരുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ പെട്രിയേൻ്റെ വയലറ്റും വൈറ്റും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അടുത്തത് മണിമുല്ല എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഈ മണിമുല്ല പ്ലാന്റ് നല്ല രസമാണ് കാണാൻ വേണ്ടി. ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. നമുക്ക് ഒരു മതിലിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് നട്ടാൽ മതി കേട്ടോ. നിറച്ചും കവർ ചെയ്ത് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് തരും. ഒത്തിരി തേനീച്ചകൾക്കും പൂമ്പാറ്റകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റും കൂടിയാണ് ഈ മണിമുല്ലേൻ്റെ ഫ്ലവേഴ്സ് കേട്ടോ. അപ്പോൾ ഈ മണിമുല്ലയെ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഹണിസക്കിൾ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരേ പ്ലാന്റിൽ തന്നെ 2-3 കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറിലും അതുപോലെ തന്നെ വൈറ്റ് കളറിലും ഒക്കെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഹണിസക്കിൾ. നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹണിസക്കിൾ കേട്ടോ. ഇതിൻ്റെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടി. അപ്പം ഈ ഒരു ഹണിസക്കിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് എത്രത്തോളം റൂട്ട് വന്നാൽ നിങ്ങൾക്ക് പ്ലാന്റ് ശരിക്കും അത് കിട്ടുമ്പോൾ അറിയാം. അത്രയ്ക്ക് റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ഈ കവറിൻ്റെ പുറമെ തന്നെ ഇതിൻ്റെ റൂട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ നല്ല യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മൾ വൈറ്റ് ജാസ്മിൻ കണ്ടിട്ടുണ്ടാവും. ഇത് ഫുള്ള് യെല്ലോ ജാസ്മിനാണ്. നല്ല യെല്ലോ കളേഴ്സിലും ഫുള്ള് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഈ സൈസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇത്രയും സൈസുള്ളതല്ല, ഇതിൻ്റെ ഒരു കുറച്ചും കൂടി സൈസ് കുറവായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും, റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അടുത്തത് ലേഡി ഇഷ്യൂവിൻ്റെ യെല്ലോ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ നേരത്തെ ലേഡി ഇഷ്യൂവിൻ്റെ വെരിഗേറ്റഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ യെല്ലോ ആൻഡ് ബ്രൗൺ കളർ വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ, നല്ലൊരു അട്രാക്റ്റീവാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് എന്ന് പറയാം. ഇത് കണ്ടില്ല, നമുക്ക് കാർ പോർച്ചിലൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടി കയറ്റി വിട്ടാൽ ഇങ്ങനെ നന്നായി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ലേഡി ഇഷ്യൂ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. ലീഫൊക്കെ മുകളിലും ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം താഴത്തേക്കും വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായി തരുന്നത്. എല്ലാം നമ്മൾ നല്ല മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ ലേഡി ഇഷ്യൂ. നമ്മൾ ലേഡി ഇഷ്യൂവിൻ്റെ വെരിഗേറ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ ലീഫിന് കുറച്ച് കളർ വ്യത്യാസം വരുന്നുണ്ടാവും. നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്നതായിരിക്കും. ഇത് നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. നോർമൽ ലീഫാണ് ഇതിൽ വരുന്നത്. അടുത്ത നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ തുമ്പർജിയ കണ്ടില്ലായിരുന്നു, അത് ഇതിൻ്റെ വെരിഗേറ്റഡ് ആയിരുന്നു പരിചയപ്പെട്ടത്. ഇത് തുമ്പർജിയേൻ്റെ നോർമൽ പ്ലാന്റ് ആണ്. അപ്പം ഇതും ഇങ്ങനെ നമുക്ക് നന്നായി ഫ്ലവേഴ്സ് കൊല കുത്തി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. ഇതും നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് ജസ്റ്റ് കാണിച്ചു വിടുവാണ്. ഇതാണ് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റെഡ് കളർ വരുന്ന പ്ലാന്റ്. ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി ആയിരിക്കും തരുന്നത്. പിന്നെ നമ്മുടെ കോംബോയിൽ വരുന്ന ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് നമ്മൾ നേരത്തെ കാണിച്ച അതേ സൈസുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ചെറിയ തൈയല്ല കേട്ടോ, അതുകൊണ്ടാണ് പ്ലാന്റ് സൈസ് ഇനിയുള്ളതിൽ അറ്റാച്ച് ചെയ്യാത്തത്. അടുത്തത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ തന്നെ നമ്മുടെ വൈറ്റ് കളർ വരുന്നതാണ്. നേരത്തെ റെഡാണ് പരിചയപ്പെട്ടത്. ഇതിപ്പം ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ്. വൈറ്റിൽ ചെറിയ റെഡ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി. നമുക്ക് ക്രീപ്പറൊക്കെ ആയിട്ട് നന്നായി കയറ്റി വിടാൻ പറ്റും. അടുത്ത പ്ലാന്റ് നമുക്ക് രാജാറാണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. സിംഗിൾ പെറ്റൽ നന്നായിട്ട് നല്ല ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ്. ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള ഫസൽ ഐസ്ലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഒത്തിരി ഇങ്ങനെ നല്ല ബുഷായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. നല്ല പിങ്ക് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇതിങ്ങനെ ഒരു കൊല കുത്തി ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായത് കാരണം നമുക്ക് ചെറിയൊരു കമ്പിയൊക്കെ കെട്ടിയിട്ട് അതിൽ കൂടിയൊക്കെ കയറ്റി വിട്ടാൽ ഇതുപോലെ ഫ്ലവേഴ്സ് നല്ല ഭംഗിയിലുണ്ടായി നന്നായി കാണാൻ പറ്റും കേട്ടോ. നല്ല രസം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്ലവർ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പം
നമ്മുടെ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് ഏത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലെമൺ വൈൻ ഒഴികെ ബാക്കി ഏത് പ്ലാന്റും നിങ്ങൾക്ക് 5 സെലക്ട് ചെയ്താലും 300 രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്ലാന്റ് അവൈലബിൾ പുതിയ സ്റ്റോക്ക് വന്നതാണ്. നേരത്തെ കാണിച്ചേക്കുന്ന രാജാ റാണീൻ്റെ ഡബിൾ പെറ്റലായിട്ടുള്ള പ്ലാന്റ്. ഇത് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടാത്ത പ്ലാന്റാണ്, പുതിയ വെറൈറ്റിയാണ്. ഈ രാജാ റാണീൻ്റെ ഡബിൾ പെറ്റൽ കണ്ടില്ല, നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊല കുത്തി ഫ്ലവേഴ്സ് ഉണ്ടാവും. നമുക്ക് നല്ല പോട്ടിലൊക്കെ നട്ട് വെക്കാൻ പറ്റും. ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ തരുന്നത്. ഇത് കണ്ടോ, പോട്ടിലൊക്കെ വെച്ചാൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ രാജാ റാണീൻ്റെ അല്ലെങ്കിൽ മധുമാലതി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ ചെറിയ തൈയല്ല, നമുക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ വലിയ പ്ലാന്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര സൈസ് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? നമ്മൾ സൈസ് കാണിച്ചു തരാം. ഈ ഒരു സൈസിൽ വരുന്ന മധുമാലതി അല്ലെങ്കിൽ റംഗൂൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ ഡബിൾ പെറ്റലിന് റേറ്റ് വരുന്ന 350 രൂപയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച ലെമൺ വൈൻ, ആദ്യമേ കാണിച്ച ലെമൺ വൈനും മധുമാലതിക്കും മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ബാക്കിയുള്ള പ്ലാന്റ്സിൽ ഏത് 5 പ്ലാന്റ് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് 300 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.